ഒരു സംഭവം ഉള്ളതാണ്. അതാണ് എനിക്ക് കാണിച്ചു തരണം എന്നുള്ള ആഗ്രഹമുണ്ട് നിങ്ങളെ ഫുള്ളായിട്ട്. പക്ഷെ ഇത് ഇച്ചിരി ഇറക്കമൊക്കെ കുറവാണ് താഴേക്ക്. അല്ല, ഇത് ആരിത്? സുഗുണൻ? മുത്തൂസ് ഈ ഡ്രസ്സിൻ്റെ പേര് കുറ്റം പറയുന്നവരോട് ഗോവയ്ക്ക് പോകാൻ പറയും. അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഫർദ തരിച്ച് നടക്കുന്നതല്ല. പിന്നെ മലയാളികൾക്കൊന്നും ഒരു തുള്ളി കാണാൻ പറ്റൂലെങ്കിൽ. അതെ 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 അല്ലേ, ശരിയല്ലേ? ഇവരെല്ലാവരും ഗോവയിലൊക്കെ നൈസായിട്ട് പോകൂടെ. പക്ഷേ എല്ലാവരും പതിവ്രതകളും പതിവ്രതന്മാരുമാണ് കുറേ പേര്. പിന്നെ ഇങ്ങനെ ആയിരുന്നോ? ഇത് അടിപൊളി നിമ്മി. അച്ചായ എന്താ അച്ചായ ഇങ്ങനെ? സൂപ്പർ അല്ലേ അച്ചായ? സുജിത്ത് ഹലോ ചേച്ചി, ലവ് യു. ദിബിൻ ഹോസ്പിറ്റലിൽ പോകും ഇട്ട് കുത്തി വയ്ക്കാൻ എളുപ്പമാണോ? ഹോസ്പിറ്റലിൽ പോകും ഇട്ട് കുത്തി വയ്ക്കാൻ എളുപ്പമാണോ? എനിക്ക് കുത്തി വെക്കുന്ന കാര്യത്തിൽ പേടിയൊന്നുമില്ലടേ. ചില പെൺപിള്ളേർ മൂക്കുത്തുമ്പോൾ പേടി, സെക്കൻഡ് കുത്തുമ്പോൾ പേടി, വീഡിയോയിലൊക്കെ അയ്യോ ഇത് കുത്തിയ വേദന, പിന്നെ എന്തിനാ നിർബന്ധിച്ച് അത് കുത്താൻ പോണത്? പോകാതിരുന്നാ പോരെ. പനി വന്നാൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത് ഇച്ചിരി വേദനയൊക്കെ എടുക്കും. ഒരു മൂക്ക് കുത്തി കഴിഞ്ഞാൽ ഞാൻ തോന്നുന്നു ഡെലിവറിക്കുള്ള വേദനയൊന്നും ഒരു മൂക്കുത്തുന്ന വേദനയൊന്നും ഇല്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? ചില വീഡിയോയിൽ പെൺപിള്ളേർ അയ്യോ എനിക്ക് വേദനയെ ചേട്ടാ കുത്തല്ലേ, പിന്നെ കുത്താതിരുന്നാ പോരെ വീട്ടിൽ. ഒരു എക്സ്പ്രഷനെ വീഡിയോയിലൊക്കെ. ഇല്ലാത്ത ദുരന്തടെ. അച്ചായനെ അങ്ങോട്ട് പിടിക്കുന്നില്ല എനിക്ക്. അങ്ങനെ പറയല്ലേ KL02. അച്ചായനോട് കുശുമ്പൊക്കെ ആയി തുടങ്ങി ഇവിടെ ചില ആൾക്കാർക്ക്. എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? അയ്യോ ഞാൻ നടന്നില്ല, ഇരിക്കുമല്ലേ. ഇനി നടക്കണോ ഞാൻ? എനിക്ക് വയ്യ, പോടുന്നു, ഞാൻ നടക്കൂല. ഒന്നാമത് വയ്യ, പനിയൊക്കെയാണ്. ചേച്ചി ഐ ലൈക്ക് യു. ടാങ്കു ബേബി. ഹലോ ബേബി ചായ. പിന്നെ ചേച്ചിയുടെ ഡ്രസ്സ് അടിപൊളിയാണ്. കുറേ വായി നോക്കിയുണ്ടെന്ന് ഇവിടെ. എന്താ ചെയ്യാനാ? നമുക്ക് ആരോടും അയ്യോ പൊക്കോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അടിപൊളി ഉടുപ്പ് കണ്ടോ? എൻ്റെ ഉടുപ്പിന് എത്ര പേര് ഫാൻസാണ് ഇവിടെ. റിസോർട്ടിൽ പോയാൽ കാണാം കേരളത്തിലെ കൊച്ചമ്മമാർ 2 പീസ് ബിക്കിനി ഇട്ട് കടപ്പുറത്ത് ഉണക്കാനിട്ട പോലെ കിടക്കുന്നത്. അച്ചായനതൊക്കെ നല്ല പരിചയം ഉണ്ടല്ലോ അച്ചായ. 2 പീസൊക്കെ ഇട്ട് കേരളത്തിലെ കൊച്ചമ്മമാരെ കാണാൻ പറ്റുമെന്ന് കണ്ടില്ലേ? ഞാനൊക്കെ വെറും പാവം. ഞാൻ ഒരു പ്രാവശ്യം ഗോവയ്ക്ക് പോയി. എവിടുന്നാ പോയെന്നറിയോ? ഞങ്ങൾ പോയത് നമ്മുടെ പള്ളിയിൽ നിന്ന് ട്രിപ്പ് പോയി. അങ്ങനെ ട്രിപ്പ് പോയി ഒരു ബീച്ചിൽ ചെന്നപ്പോൾ അവിടെ ഒരു മദാമ്മ കിടക്കുന്ന കണ്ടു. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ, അന്ന് കുറേ വർഷങ്ങൾ മുന്നേ കേട്ടോ, ആകാംക്ഷയോട് കാണാൻ പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ആരോ ഒരുത്തം വന്നിട്ട് അത് ഫോട്ടോ എടുത്തു. അപ്പോൾ ലാസ്റ്റ് ആ കിടന്ന മദാമ്മയും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല ബീച്ചിൽ. അങ്ങനെയാണ് ഞാൻ പോയത് ഗോവയിൽ. അങ്ങനെ ഞാനൊരു ഗോവയിൽ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി, പള്ളിയിൽ നിന്നാകുമ്പോൾ അറിയാമല്ലോ ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ കൂടെ പോയി ഞങ്ങളെല്ലാവരും കൂടി റൂമൊക്കെ എടുത്ത് നിന്ന് വന്നു. അന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ കൊണ്ട് വലിച്ചു കെട്ടി പോയതായി. ഗോവ കാണാൻ പോകുന്നതാണ്. ഓർത്താണ് നമ്മുടെ വിഷമമേ. അച്ചായ ഇടാൻ എന്താ, ഞാനും അച്ചായൻ എന്നിടാൻ പോവാ. അയ്യോ. അപ്പോഴേ നിങ്ങളെന്താ ഇങ്ങനെ നോക്കിയിരിക്കണം? നിങ്ങൾ ഈ വരുന്നവരൊക്കെ ലൈക്ക് അടിക്കുന്നുണ്ടോ? ഈ നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചാൽ മുകളിൽ ലൈക്ക് ബട്ടൺ കാണാൻ പറ്റും. വേഗം ലൈക്ക് അടിക്ക്. 1000 ലൈക്ക്, 1K ലൈക്ക് ആയാലും ഞാൻ ഇത് ഫുള്ള് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാ ഇവിടം വരെ ഉള്ളൂ ഇതിൻ്റെ ഇറക്കം. അതായത് നമ്മുടെ ഈ ഒരു കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടം വരെ ഉള്ളൂ, തുട വരെ ഇത് ഇത്ര ഇറക്കമുള്ളൂ. അത് ലൈക്ക് കൂടി 1K ലൈക്ക് ആയാൽ നിങ്ങൾ എന്നോട് പറയാം. അപ്പം ഞാനിത് എഴുന്നേറ്റ് നിങ്ങളെ കാണിച്ചു തരാം. ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ പോകുമോ? എടേ എനിക്കൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമോടേ ബിഗ് ബോസിലൊക്കെ? വേറെ പണിയൊന്നുമില്ലേ? വേറെ പണിയുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കുവോടേ. ഒരാൾക്ക് ഒരു വട്ടമല്ലേ ലൈക്ക് അടിക്കാൻ പറ്റൂ? അതെ, അത്രേ പറ്റൂ. പക്ഷെ എല്ലാവർക്കും ഓരോ പ്രാവശ്യം അടിക്കാം. പിന്നെ പോയാൽ വിന്നറായിരിക്കുമെന്ന് ആണോ? ഇതൊന്നും അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള ജനന്മാർ കാരണം ഒരു പുരോഗമിക്കുന്നില്ല. അല്ലെങ്കിൽ ഗോവയൊക്കെ ഇവിടെ ആയേനെ. അതെ അച്ചായ, ഗോവയൊക്കെ ഇവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഗോവയിൽ പോകൂടി അല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആവണം അല്ലേ? എന്താ അല്ലേ, പുരോഗമനം വേണം. മുത്തിന് പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി.